എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. എൻ്റെ ശരീരത്തിലെ ഷട്ടഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകൾ. സമൂഹത്തിരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞും മൂക്ക് വിഴിഞ്ഞിട്ടും അമ്മ അങ്ങനെ സങ്കടങ്ങളെ മുഴുവനും കരഞ്ഞു തീർക്കും അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഹൃദയം എപ്പോഴും നൈർമല്യമുള്ള ഹൃദയമാണ്. ആ ഹൃദയം പൊട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ പുരുഷന്മാർ എല്ലാം അകത്ത് വെച്ചിട്ട് ശ്വാസം പിടിച്ച് മസിൽ പിടിച്ചിട്ടും ഒരണ്ടിട്ടും ദേഷ്യപ്പെടുത്തിയിട്ടും നമ്മളൊന്നും തുറന്നു പറയാതെ സാമ്പത്തികം, മാനസികം, ജോലി എന്നുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠനത്തിലെ മികവില്ലാത്തതിനെല്ലാം നമ്മൾ ഉള്ളിൽ വെച്ച് അവസാനം നമ്മുടെ ഹൃദയം ഒരു ദിവസം പൊട്ടിപ്പോവും. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫിലിപ്പ് മമ്പാടൻ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറായ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേട്ടു കാണും. ഒരിക്കലും എനിക്ക് അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹം പറഞ്ഞതുപോലെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയോട് കൂടിയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. കാരണം അത്രയും നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ തീർച്ചയായിട്ടും നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും കർശനമായിട്ട് ലഹരി മാഫിയക്കെതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഫിലിപ്പ് മമ്പാടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽപ്പെട്ട ഒരു കേസിൽ കുടുക്കിയതെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തു എന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സംസാരങ്ങളും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് കിട്ടിയ ഒരു കുട്ടി പോലും ജീവിതത്തിൽ പിന്നെ ഒരിക്കൽ അത്തരത്തിൽപ്പെട്ട ഒരു തെറ്റിലേക്ക് പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്തരത്തിൽ മായമേറിയ അനുഭവങ്ങളും അനുഭവ സമ്പത്തുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ഫിലിപ്പ് മമ്പാടൻ. അദ്ദേഹം പോലീസ് സേനയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചിട്ട് എൻ്റെ ജീവിത സമയം മുഴുവൻ മോട്ടിവേഷന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മലബാറിനെക്കുറിച്ചും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ നമ്മുടെ മലപ്പുറത്തെക്കുറിച്ചും ഒരുപാട് വാത്തോരാതെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു സമൂഹം അദ്ദേഹത്തിന് എതിരാണ്. ആ എതിരായ സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ലഹരി മാഫിയ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ വന്നത് കോഴിക്കോട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. അദ്ദേഹത്തെ കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ച് കൊണ്ടുപോയിട്ട് 16 വയസ്സ് പോലും ചെയ്യാത്ത ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാണ് കേസ്. തീർച്ചയായിട്ടും അത് കോഴിക്കോടാണ് രജിസ്റ്റർ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അത് നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. നിലമ്പൂർ പോലീസ് അതിൽ ആക്ഷൻ എടുക്കുകയും അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഒരിക്കലും ഞാനിപ്പോൾ പറയുകയാണ് ഈ വാർത്ത 100% തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നല്ല പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് പിന്നെ പറയാം. ആദ്യമായിട്ട് നമുക്ക് ആ വാർത്ത കേൾക്കാത്തവർക്ക് വേണ്ടി നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കിങ്ങുകൾ അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം പോലീസിലായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ അദ്ദേഹം പോലീസിൽ നിന്ന് റിട്ടയർമെന്റ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോലീസിൽ നിന്ന് പുറത്തു വന്ന് ഇപ്പോൾ സ്വതന്ത്രമായ ഇത്തരത്തിൽ പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നൊരു ആൾ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 16-കാരിയെ കാസർകോട്ടെ ഒരു ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ നിലമ്പൂരിൽ, അദ്ദേഹത്തിന്റെ നാട് നിലമ്പൂരാണ്, നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇനി നിലമ്പൂരിലേക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2025 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. 2025 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മോട്ടിവേഷൻ സ്പീക്കറായ അദ്ദേഹത്തിന്റെ ഈ പരിപാടികളൊക്കെ കണ്ട് പരിചയമുള്ള ഈ പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയി, അല്ലെങ്കിൽ കാസർഗോഡ് വെച്ച് ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ
കാസർഗോഡുള്ള ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അയക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്നും ആ വിശ്വാസം അദ്ദേഹം ചൂഷണം ചെയ്തുകൊണ്ട് കാസർഗോഡുള്ള കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പരം ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ വേണ്ടി മാതാപിതാക്കൾ തയ്യാറായത്. പക്ഷേ അതിനുശേഷം തന്നെ ഉപദ്രവിച്ചു എന്ന കുട്ടി പറഞ്ഞതിന് പ്രകാരമാണ് മാതാപിതാക്കൾ കേസുമായി മുന്നോട്ട് പോയത് എന്ന് പറയുന്നു. 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഈ സംഭവം നടന്നത് എന്നും വളരെ വ്യക്തമായിട്ട് വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിലിപ്പ് മമ്പാടനെ അറിയുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ പോലീസ് ജീവിതത്തിൽ പോലും ഒരു കളങ്കമായ ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടോ ഒരു കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരത്തിൽപ്പെട്ട പീഡന ശ്രമത്തിലോ മറ്റൊന്നും തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. അത്രക്കും ക്ലീൻ ചീറ്റ് നേടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ പറയുകയാണ് 100% അദ്ദേഹം നിരപരാധിയാണെന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഉപയോഗിക്കാത്ത ഒരു ലഹരി പദാർത്ഥങ്ങളും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. 25ഓളം ലഹരി പദാർത്ഥങ്ങളേറ്റാൻ അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അറിയാം അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ഏതായാലും ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒരു സിവിലിയനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിലും അദ്ദേഹം പോലീസ് സേനയിലായിരുന്നു. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ആയിരുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ എൻ്റെ ഈ ഷർട്ട് ഊരി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25ഓളം പാടുകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് ലഹരി മാഫിയ കൊടുത്തതാണ്. അത് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അത്തരത്തിൽപ്പെട്ട മോട്ടിവേഷൻ സ്പീക്കറായിട്ട് അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിനെ ഇത്തരത്തിൽപ്പെട്ട ഒരു കേസിലേക്ക് കുടുക്കിയത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 100% അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പുറത്ത് വരുന്നത് വരെ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാൻ. അദ്ദേഹത്തിൻ്റെ പേര് തീർച്ചയായിട്ടും പ്രായപൂർത്തിയാകാത്തൊരു കേസായതുകൊണ്ടാണ് പോക്സോ കേസ് ചേർത്തി അദ്ദേഹത്തെ ഇപ്പോൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരാനുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ലഹരി മാഫിയക്കെതിരെ അദ്ദേഹം സംസാരിച്ച ഏതാനും ചില വാക്കുകൾ ഞാൻ ഇതിൽ ചേർക്കുകയാണ്. നമുക്കതൊന്ന് കാണാം. എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. എൻ്റെ ശരീരത്തിലെ ഷർട്ട് അഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകളാണ്. സമൂഹം എനിക്ക് തന്ന മുറിപ്പാടുകളാണ്. അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ്. പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിൻ്റെ മുൻപോട്ട് എന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഇപ്പം ഞാൻ കേരള പോലീസിൻ്റെ ഭാഗമല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു സിവിലിയനാണ്. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കെ രാജി എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഒരു ഫിലിപ്പ് മമ്പാടിനെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമല്ല. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. പക്ഷേ എന്നെപ്പോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ ഫിലിപ്പ് മമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പങ്കുവയ്ക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം ഈ ഒരു ഗ്യാങ്ങിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോയ വലിയ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറിൽ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് നമ്മുടെ ഫിലിപ്പ് മമ്പാടൻ. അദ്ദേഹത്തിന് സമൂഹത്തോടും അതുപോലെ തന്നെ ഉമ്മമാരോടും പെങ്ങന്മാരോടും സഹോദരിമാരോടും എല്ലാം നിറഞ്ഞ സ്നേഹമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോലും അദ്ദേഹം സംസാരിച്ച വാക്കുകൾ എന്ന് പറയുന്നത് അത്രക്കും വിലമതിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അമ്മമാരുടെ ഹൃദയം ഒരിക്കലും പൊട്ടി അവർ മരിക്കില്ല. കാരണം അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടും നിർമ്മല്യമുള്ള മനസ്സും ശരീരവുമാണ് അവർക്കുള്ളത് എങ്കിൽ അച്ഛന്മാരുടെ മനസ്സ് തീർച്ചയായിട്ടും ഇതെല്ലാം താങ്ങിപ്പിടിച്ച് അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ട ഒരു സൗഹാർദ്ദപരമായ ഒരു സംഭാഷണമാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ ഈ അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ആ ക്ലാസ്സിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു സ്വത്തും നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മളെ മക്കൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. അവസാനം അവർ അടിച്ചു പിരിഞ്ഞ് അവസാനം ഒരു വൃദ്ധസദനത്തിലേക്കോ മറ്റോ നമ്മളെ കൊണ്ടുപോയി ആക്കുന്ന ഒരവസ്ഥ ഒരു കേരളത്തിൽ ഒരു അമ്മമാർക്കും വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അവസാന വാക്കുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം ഞാൻ കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഫിലിപ്പ് മമ്പാടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ചും അതിൻ്റെ വശത്തെക്കുറിച്ചും 100%
അറിവും അതുപോലെ തന്നെ വിവരവുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്താണ് ഈ വാർത്ത കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടോ? അദ്ദേഹത്തെ കൊടുക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ മലബാർ മേഖലയിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. സദാസമയം അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കറാണ്. കൗൺസിലിംഗ് ക്ലാസ്സുകളും മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിനെ ഇപ്പം തഞ്ചം കിട്ടിയാലും അദ്ദേഹത്തിന് പണി കൊടുക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഭാഗം ഒരു ഗ്യാങ് തന്നെ നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ 25 മുറിപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവർ കോരിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ എപ്പോഴും വിടാതെ പിന്തുടരുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരിക്കണം ഈ ഒരു കേസ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ആ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ എല്ലാ മാതാപിതാക്കളും ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ 4 അണയുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടെ അവസാന ശ്വാസം നിലയ്ക്കുന്ന അന്ന് മാത്രമേ അത് മറ്റൊരുവൻ്റെ കയ്യിലേക്ക്, അതായത് മക്കളാണെങ്കിലും അത് കടന്നു ചെല്ലാവൂ. അല്ലെങ്കിൽ 1248 വൃദ്ധസദനങ്ങളുണ്ട്. അതിൽ 1,16,000 വരുന്ന മാതാപിതാക്കൾ മക്കള് സ്വത്ത് എഴുതിക്കൊണ്ടതിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. കേരളത്തിലെ ഏകദേശം എല്ലാ അനാഥ മന്ദിരങ്ങളിലും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ട് അമ്മമാരെ അച്ഛന്മാരുടെയൊക്കെ അവരുമായിട്ട് സൗഹൃദം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. പല അമ്മമാരും പല അച്ഛന്മാരും ഹൃദയം പൊട്ടി മരിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നുമില്ല സാർ, ഇപ്പോൾ 3 മക്കളെ പോറ്റി വളർത്തി, ഒരുത്തൻ റോഡ് സൈഡിൽ ഞാൻ സ്ഥലം കൊടുത്തു, ഒരുത്തന് കുറച്ച് കുന്നിൻ്റെ മുകളിലെ സ്ഥലം ഞാൻ കൊടുത്തുപോയി, അതുകൊണ്ട് അവൻ പറയണത് നീ അച്ഛനെ കൊണ്ട് നോക്കണം, നിനക്കല്ലേ റോഡ് സൈഡ് സ്ഥലം തന്നത്, നീ ഡയലോഗൊന്നും അടിക്കാൻ വരണ്ട, നിനക്ക് അച്ഛനെ നോക്കേണ്ട പണി എന്ന് പറഞ്ഞ് അവൻ ഇവനോട് പറയും, ഇവൻ അവനോടും പറയും, സാറേ ചെറുപ്പത്തിൽ എൻ്റെ മക്കള് എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ, എൻ്റെയും എൻ്റെ ഭാര്യയുടെ ഇടയിൽ കയറി കുത്തിമറിഞ്ഞ് കിടക്കാൻ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ നിന്ന എൻ്റെ 2 മക്കളും ഇപ്പൊ പറയാണ് നീ നോക്കടാ. അപ്പോൾ ഈ വാക്കുകൾ ഒരുപാട് വിലമതിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ അമ്മമാരോടും അതുപോലെ തന്നെ എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങളും നിങ്ങളുടെ സ്വത്തുക്കളായാലും എന്തായാലും നിങ്ങളുടെ മരണശേഷം മാത്രമേ നിങ്ങളെ മക്കൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഓരോ മക്കളും തീർച്ചയായിട്ടും അതിനടിപിടി കൂടിയിട്ട് അവസാനം വൃദ്ധസ്ഥാനത്തിലും മറ്റും കൊണ്ട് ചാക്കുന്ന ഒരവസ്ഥ നമുക്കും വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.